ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മൂമ്മയുടെ രസം. അതും ഒരു പൊടിയും ഈ ബ്രാഹ്മിൺസിൻ്റെ ഈസ്റ്റേണിൻ്റെ രസപ്പൊടി ഒന്നും ചേർക്കാതെ സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ രസമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും എനിക്കും എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം ഇത് അമ്മൂമ്മ തന്നെ ഇത് വെച്ച് കാണിക്കും ഇപ്പം ഈ വീഡിയോയിൽ. ശരിക്കും പറഞ്ഞാൽ പുളി പിഴിഞ്ഞ് നേരത്തെ വെച്ചിരുന്നു, ഉപ്പും ഇട്ട് വെച്ചിരുന്നു. ഈ പ്ലേറ്റിൽ കാണുന്ന അത്രയും പുളിയും ഉപ്പുമാണ് ഇട്ടത്. എത്രയാണോ രസം വേണ്ടത് അത്രയും വെള്ളം, പിന്നെ ഈ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി അങ്ങ് വെറുതെ അങ്ങ് ഇട്ടു. അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, കായപ്പൊടി, മുളക് പൊടി ഇത്രയാണ് എടുത്തത്. ഇച്ചിരി മല്ലിപ്പൊടി, 2 ഉള്ളി അരിഞ്ഞത്, ഉള്ളി ഇട്ട് കടുക് വറക്കണം. ഉള്ളി ഇട്ടിട്ട് കടുക്, അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂത്തിട്ട് വേണം കടുകിടാൻ. എത്ര ഉള്ളി എടുത്തായിരുന്നു? ചെറിയ ഉള്ളി 2 കഷ്ണം. അതെന്താ ഉള്ളി ഇട്ടിട്ട് കടുകിട്ട്? കടുകിട്ടിട്ട് ഉള്ളി ഇടാവോ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുമ്മും ഞാൻ അതുകൊണ്ടല്ല. വറ്റൽമുളകും വേണേ ഇടാം. ഉള്ളി നല്ല ബ്രൗൺ ആവുന്ന വരെ വരട്ടണം. മഞ്ഞപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, ശകലം മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് ഈ ഉള്ളി കടുക് വറക്കുന്നുണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ട് ഒന്ന് ചൂടാക്കണം. കുരുമുളക് പൊടി പുളിവെള്ളത്തിലിട്ടു. വെള്ളം തിളച്ച് ഇത് കരിയത് അടുപ്പേലോട്ട് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇത് കുറഞ്ഞിട്ടു. കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കറി, എല്ലാ വകയും ചേർത്ത് കുരുമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളി കടുകും വറുത്ത് കായപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്തൊരു കറി. ഇതിനകത്ത് പ്രത്യേകത തക്കാളി ഇട്ടില്ല. തക്കാളി ഇട്ടാൽ നാളത്തേക്ക് ഒരു ദിവസം ഇരുന്നാൽ പൂക്കും, ചീത്തയാകും. പിന്നെ ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇടാം. എല്ലാവരും ഒന്നും ഇഞ്ചി ഇടത്തില്ല. ഇഷ്ടമുള്ള അവരവരുടെ രുചി അനുസരിച്ച് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി വഴറ്റിയില്ല, വെറുതെ വെളുത്തുള്ളി ചതച്ച് ഇത് തിളയ്ക്കുന്നതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇച്ചിരി പുളി ഇട്ട് പിഴിഞ്ഞ് ഉപ്പും ഇട്ട് വെള്ളം ചേർത്ത് വെച്ചു. അത് കഴിഞ്ഞ് കടുക് വറുത്ത് ഇച്ചിരി 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞപ്പൊടി, ഇച്ചിരി കായപ്പൊടി, കുരുമുളക് പൊടി, 3-4 കഷ്ണം വെളുത്തുള്ളി ചതച്ചിടണം. എല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത് അതിനകത്തിട്ട് തിളപ്പിച്ച് റെഡിയാക്കി പാകത്തിന് ഉപ്പും ചേർത്ത് എടുത്ത് കൂട്ടാം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രസം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. താങ്ക് യു.